എനിക്ക് രാഹുൽ ഗാന്ധിയോടെ രാഷ്ട്രീയ സത്യസന്ധതയിലുള്ളൊരു ഒരു വീക്ഷണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം RSS ആണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയുന്ന ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം RSSനെ ഡയറക്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല സവർക്കറെ കുറിച്ചുള്ള പരാമർശത്തിന് 2 കോടതിയിൽ കേസ് നിലനിൽക്കെ അദ്ദേഹം സവർക്കറെ തന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം തുടങ്ങുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഈ RSS ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ആരുമില്ല അവിടെ. അപ്പോൾ ഉടനെ അനുരാഗ് കാശ്യപ് എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിന് പ്രസംഗം കഴിയുമ്പോൾ അനുരാഗ് ഠാക്കൂർ എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആണ് ഇത് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന സസ്പെൻഡ് ചെയ്ത ആളുകളാണ് നിങ്ങളെന്ന് അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ സവർക്കറുടെ സ്റ്റാമ്പ് ഇന്ദിരാഗാന്ധി പുറത്തിറക്കി, സവർക്കറുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു, സവർക്കർ ഫൗണ്ടേഷന് ഇന്ദിരാഗാന്ധി സർക്കാർ ഫണ്ട് നൽകിയെന്നൊക്കെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ അതിന് മറുപടി പറയുന്നത്, ഞാൻ ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട് സവർക്കറെ കുറിച്ചുള്ള അങ്ങയുടെ നിലപാട്. അപ്പോൾ സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ ബോധ്യം സവർക്കറെ കുറിച്ചുള്ളതെന്ന് അദ്ദേഹം വളരെ സംക്ഷിപ്തമായൊരു മറുപടിയും പറഞ്ഞു. മറ്റൊരു കാര്യം, RSS എങ്ങനെ ഭരണഘടനയ്ക്ക് എതിരാകുന്നു എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ RSS അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? RSSൻ്റെ ഒരു പ്രസ്താവന കാണിച്ചു തരാമോ? ഞങ്ങൾക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല എന്ന് RSSൻ്റെ സർസംഘചാലകൻ അങ്ങനെ പറയാറുണ്ടോ? ഞങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെയാണ് സാധാരണ രീതിയിൽ സംഘപരിവാർ പുറത്തത് ഇതിന് മറുപടി പറയുക. അപ്പോൾ RSSൻ്റെ നിലപാടും RSSൻ്റെ എഴുതപ്പെട്ട നിലപാടുകളും, ഇപ്പോൾ ബഞ്ച് ഓഫ് തോട്ട്സ് ആണ് RSSൻ്റെ ഒരു സൈദ്ധാന്തിക പുസ്തകമായി അറിയപ്പെടുന്നത്. 2006 മറ്റോ അന്ന് MG വൈദ്യർ തള്ളി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ബൈബിളൊന്നുമല്ല, ഞങ്ങളത് വായിക്കാറില്ല, ഞങ്ങളുടെ വീടുകളിലൊന്നും അതില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ ഗോൾവാർക്കർ എഴുതി വെച്ച അതേ കാര്യങ്ങളാണ് പോളിസിയായിട്ട് BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സംവരണത്തെക്കുറിച്ചുള്ള ഗോൾവാർക്കറുടെ നിലപാടെന്നാണ്. സംവരണം ഭരണഘടനയിലുള്ളൊരു കാര്യമാണല്ലോ. സംവരണത്തിന് തീർത്തും വിരുദ്ധമാണ്. ജാതി, മതം, ഇതിൻ്റെയൊക്കെ പേരിൽ, വംശം, ഇതിൻ്റെയൊക്കെ പേരിൽ പ്രത്യേക അഡ്വാൻറ്റേജസ് നേടാൻ ശ്രമിക്കുന്നവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. അതായത് ഈ ദേശത്തിൻ്റെ ശത്രുക്കളാണെന്ന് എഴുതി വെച്ചത് ഗോൾവാർക്കറാണ്. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ വളരെ പ്രശസ്തമായതുപോലെ 3 ആഭ്യന്തര ശത്രുക്കൾ അവർ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം, നമ്മുടെ സമാജത്തിനിടയിലും, ദാറ്റ് മീൻസ് ഹിന്ദു സമാജത്തിനിടയിലും ഈ അർത്ഥത്തിലുള്ള വർഗീയവാദികളുണ്ട്. വർഗീയവാദികളെന്ന് ഉദ്ദേശിക്കുന്നത് പേരെടുത്ത് പറയാതെ തന്നെ ബുദ്ധിസ്റ്റുകളെയും സിഖ് മതക്കാരെയുമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്ന് മറന്നുപോയിക്കൊണ്ട് പുതിയ അവകാശവാദങ്ങളുമായി വരുന്ന, അത് നിയോ ബുദ്ധിസ്റ്റുകൾ, സിഖുകാർ, ഇവരാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അംബേദ്കറേറ്റുകളെയും സിഖുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ വിഭജനവാദികളാണ്, വർഗീയവാദികളാണെന്ന് ഗോൾവാർക്കർ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാനാത്വത്തിൽ ഏകത്വം, അതുപോലെ മൈനോറിറ്റികളുടെ സ്റ്റാറ്റസ്, ഇത് സംബന്ധിച്ച് ഭരണഘടന പറയുന്ന കാര്യങ്ങൾക്ക് നേർവിരുദ്ധമായി ആണ് ഗോൾവാർക്കർ സംസാരിക്കുന്നത്. അത് തന്നെയാണ് BJPയുടെ നയമായി പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ സെക്യുലറിസ്റ്റുകൾ, അതായത് നേരത്തെ തന്നെ ആഭ്യന്തര ശത്രുക്കളായി മാറ്റി നിർത്തിയ ആളുകളെ കൂടാതെയുള്ള ബാക്കിയുള്ള ആളുകളിൽ സെക്യുലറിസ്റ്റുകൾ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്ന ആളുകളാണ്. ഫെമിനിസ്റ്റുകൾ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്ന ആളുകളാണ്. അതായത് RSS മുന്നോട്ട് വയ്ക്കുന്ന ഈ സാംസ്കാരിക ദേശീയതയെ, ഈ ഹിന്ദുത്വ ദേശീയതയെ അംഗീകരിക്കാത്ത എല്ലാ മനുഷ്യരെയും വിഭജനവാദികളും വർഗീയവാദികളുമായി മുദ്രകുത്തി മാറ്റി നിർത്തുകയാണ് ഗോൾവാർക്കർ ചെയ്തിട്ടുള്ളത്. ആ ഗോൾവാർക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സിൽ നിന്ന്, ആശയധാരയിൽ നിന്ന്, വിചാരധാരയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഐഡിയോളജി, എന്തെങ്കിലും ഒരു നയം BJPക്കോ RSSനോ ഇല്ല. BJP നടപ്പാക്കുന്ന ആ നയം തന്നെയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ എല്ലാ പോളിസികളെയും കൊണ്ടു നടക്കുന്ന, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് വിരുദ്ധമായ നയ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഭരണഘടനാ ദിനം ആചരിക്കുന്നതിൻ്റെ അപഹാസ്യതയാണെന്ന് രാഹുൽ ഗാന്ധി വളരെ സർക്കാസ്റ്റിക്കായിട്ട് ചോദ്യം ചെയ്തത് തീർച്ചയായിട്ടും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പ്രശ്നമായിരിക്കും.